എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വോൾട്ടാസ് ഇൻവെർട്ടർ ACയുടെ PCB ആണ്. ഇത് മെഗ്മീറ്റ് കമ്പനിയുടെ കോംബോ ബോർഡാണ് വരുന്നത്, ഇൻഡോർ ഔട്ട്ഡോർ. അപ്പോൾ ഈ ഔട്ട്ഡോറിൽ മെഗ്മീറ്റ് PCB MITE 35DG എന്ന് പറയുന്ന മോഡൽ PCB ആണ്, വെർഷൻ 1.4. അപ്പോൾ ഈ ഒരു PCB നമുക്ക് F5 എന്നുള്ള എററുമായിട്ടാണ് നമുക്കിവിടെ സർവീസിന് വന്നിട്ടുള്ളത്. F5 എറർ എന്ന് പറയുന്നത് ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റ് ഇതിൻ്റെ പിറകിലും തന്നെ ഉണ്ട്. ഇതിൻ്റെ പിറകിൽ F5 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ടെമ്പറേച്ചർ സെൻസർ ഫോൾട്ട്. ടെമ്പറേച്ചർ സെൻസർ ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ആ ഡിസ്ചാർജ് സെൻസർ വരുന്നത്. ഇത് കണ്ടോ, സെൻസർ ഫുള്ള് എലി കടിച്ച് വയറൊക്കെ ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ സെൻസറൊക്കെ കൊള്ളാമോ എന്ന്, സെൻസറിൻ്റെ വയറിംഗ് ഒക്കെ നല്ലതാണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഊരിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഊരിയെടുത്ത് ഫുള്ള് എലി കടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അത് കണക്ക് തന്നെ മറ്റുള്ള സെൻസറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇവിടെയായിട്ടും എലി കടിച്ചിട്ടുണ്ട്. അടുത്ത സെൻസർ വലിയ കുഴപ്പമില്ല, അതെല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ F5 എന്നുള്ള ഒരു എറർ എങ്ങനെ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു PCB വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഓരോ സെൻസറും ചെക്ക് ചെയ്യണം. ഓരോ സെൻസറിൻ്റെ വാല്യൂകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ മൾട്ടിമീറ്റർ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഓംസ് മോഡിലോട്ട് മാറ്റുക. ഓക്കെ, നമുക്കിപ്പോൾ മൾട്ടിമീറ്റർ ഓംസ് മോഡിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡിസ്ചാർജ് സെൻസർ. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ട്. ഈ വയറിങ്ങൊക്കെ കറക്റ്റാണോ എന്ന് ഇതിൻ്റെ ഓംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര ഓംസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഓംസ് കറക്റ്റാണ്. നമുക്ക് 37.85 കിലോ ഓംസ് കിട്ടുന്നുണ്ട്. കാര്യം ഇതൊരു 50K വരുന്ന വാല്യൂ വരുന്ന ഒരു സെൻസറാണ്. അതാണ് നമുക്കിവിടെ 37 കിലോ ഓംസോളം കിട്ടിയത്. 50K സെൻസറിൻ്റെ നോർമൽ ടെമ്പറേച്ചറിൽ വരുന്നത് നമുക്കിവിടെ 37K ആയിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇതിന് കൂടുതലായിട്ട് തണുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വാല്യൂ കൂടി മാക്സിമം വാല്യൂ 550Kയിൽ നിൽക്കും. ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0യ്ക്ക് നല്ല ഹീറ്റ് ആവേണ്ടി വരും. നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ ഇത് ഫുള്ള് 0യിൽ വരും. അപ്പോൾ നമുക്ക് അടുത്ത സെൻസറും ഇതേ കണക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെൻസർ ഞാൻ തിരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെൻസറിൻ്റെ വാല്യൂ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, അടുത്ത സെൻസർ എത്രയുണ്ടെന്ന്. ഓക്കെ, അടുത്ത സെൻസർ 7.8 കിലോ ഓംസ്. അതായത് ഈ ഒരു സെൻസർ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 10K ആണ്. ഇപ്പോൾ 10Kയുടെ സെൻസറാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വാല്യൂ ആണ് നമ്മളിപ്പോൾ 7.8ൽ കണ്ടത്. ഇനി അടുത്ത ആംബിയൻറ്റ് ടെമ്പറേച്ചർ സെൻസറാണിത്. ആംബിയൻറ്റ് ടെമ്പറേച്ചർ സെൻസർ, ഈ ഒരു സെൻസർ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു സെൻസർ നമുക്ക് ഇതും 7.7 കിലോ ഓംസ് വരുന്നുണ്ട്. ഇതും 10Kയിലുള്ള. അപ്പോൾ നമ്മുടെ സെൻസർ 3 കറക്റ്റായിട്ട് ഉണ്ട്. പിന്നെ നമുക്കിതിനകത്ത് F5 എന്നുള്ള ആ ഒരു എറർ കാണിക്കുകയാണ്. ഈ മെഗ്മീറ്റിൻ്റെ ഈ സീരീസിൽ വരുന്ന എല്ലാ ബോർഡുകൾക്കും നമുക്ക് സെൻസറിന് പ്രത്യേക ഒരു MC ഉണ്ടാവും. ഇത് പ്രോഗ്രാംഡ് മൈക്രോ കൺട്രോളർ പ്രോസസ്സറാണ്. ഇത് നമ്മുടെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് ST മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെ ഒരു മൈക്രോ കൺട്രോളറാണിത്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ മൈക്രോ കൺട്രോളർ. ഇത് നമ്മുടെ സെൻസറിന് വേണ്ടി മാത്രം വരുന്ന മൈക്രോ കൺട്രോളർ. ഈ സെൻസറിന് വേണ്ടി മാത്രം വരുന്ന മൈക്രോ കൺട്രോളറിൽ ഒരു LED ഉണ്ടാവും. ഇതൊരു ഗ്രീൻ കളർ LED ആണ്. ഈ ഗ്രീൻ കളർ LED നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് എററല്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകണക്ക് തന്നെ മെയിൻ MCUയുടെ ഇവിടെ ഒരു റെഡ് കളർ LED ഉണ്ട്. ഈ റെഡ് കളർ LED ആണ് നമുക്ക് എറർ കോഡ് തരുന്നത്. ഈ റെഡ് കളർ LED എത്രത്തോളം നോർമൽ PCB എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്, നോർമലാണെന്നുണ്ടെങ്കിൽ അത്
കത്തി തന്നെ കിടക്കും. അതല്ല എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ബോർഡിന് എന്തെങ്കിലും ഫോൾട്ടോ ഉണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. അതൊരു കൗണ്ടിങ് ആണ്. അത് ചിലപ്പം 15 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ 33 തവണ ബ്ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ 2 തവണ ബ്ലിങ്ക് ചെയ്യും. ഇതെല്ലാം ഓരോ എറർ കോഡായിരിക്കും കാണിക്കുന്നത്. ഇനി ഈ PCB നമുക്കൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് ആ ഒരു എറർ നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പവർ പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ 23 എന്ന് വന്നിട്ടുണ്ട്. ഔട്ട്ഡോറിനകത്ത് നമുക്കിവിടെ ഒരു റെഡ് കളർ LED കത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഗ്രീൻ കളർ LED കത്തുന്നില്ല. ഈ ഗ്രീൻ കളർ LED ബ്ലിങ്ക് ചെയ്ത് നിൽക്കണം, പക്ഷേ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു എറർ കോഡ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ എറർ കോഡ് F5 എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ചാർജ് ടെമ്പറേച്ചർ സെൻസർ എറർ. അപ്പോൾ ഇൻഡോറിനകത്തുള്ള ആ റെഡ് കളർ LED പിന്നെ ആ ഒരു എറർ കോഡ് നമുക്ക് കാണിക്കുന്നുണ്ട്. അത് എത്ര പ്രാവശ്യം 8 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു സെൻസർ ICയുടെ ആ ഒരു സെക്ഷനാണ്. അപ്പോൾ അവിടുത്തെ സെൻസർ ICയിലുള്ള വോൾട്ടേജും കാര്യങ്ങളും നോക്കാം. ആദ്യം തന്നെ നമുക്ക് സെൻസർ ICയുടെ റീസെറ്റ് പിന്നിലുള്ള വോൾട്ടേജാണ് ചെക്ക് ചെയ്യേണ്ടത്. റീസെറ്റ് പിൻ എന്ന് പറയുന്നത് അതിൻ്റെ 4-ാം നമ്പർ പിന്നാണ് റീസെറ്റ് പിൻ എന്ന് പറയുന്നത്. അപ്പോൾ 4-ാം നമ്പർ പിന്നിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 2.8 വോൾട്ട് ഉണ്ട്. അപ്പോൾ 3.3 വോൾട്ടാണ് നമുക്ക് ഇതിനകത്ത് വരേണ്ടത്. ഇവിടെ നമുക്ക് റീസെറ്റ് പിന്നിലുള്ള വോൾട്ടേജ് 2.8, അതായത് ഈ IC ഷോർട്ടഡ് ആണ്, ഇൻറ്റേർണലി ഷോർട്ടഡ് ആണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യാത്തതും. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഈ IC നമുക്കിപ്പോൾ അതിൻ്റെ റീസെറ്റ് പിന്നിൽ ഇത്രയും വോൾട്ടേജ് ഉള്ള സ്ഥിതിക്ക് അതിൻ്റെ ഔട്ട്പുട്ട്, ഈ ഒരു ICയുടെ ഡേറ്റ ഔട്ട്പുട്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ 2-ാമത്തെ പിന്നാണ്. ഈ ഒരു ICയുടെ 2-ാമത്തെ പിന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. അപ്പോൾ ഡേറ്റ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് DSO മോഡിലോട്ട് മാറ്റണം. DSO മോഡിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ആ 2-ാമത്തെ പിന്നിൽ നിന്ന് എന്തെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് പോകുന്നുണ്ടോ ഇല്ലയെന്ന്. ഉണ്ടോ? ഇവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഔട്ട്പുട്ടും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു 1 വോൾട്ട് വയ്ക്കാം. 1 വോൾട്ട് നമുക്കൊരു വോൾട്ട് പെർ ഡിവിഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 250 മില്ലി വോൾട്ട് പെർ സെക്കൻഡാണ് വെച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഡേറ്റ വരുന്നത് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ, അവിടെ ഡേറ്റാസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ടോട്ടലി ഈ ഒരു പവർ ഓഫ് ചെയ്യണേ. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നോക്കാം. അപ്പോൾ ഈ ഒരു IC ഫുള്ളി ഡാമേജ്ഡ് ആണ്. ഒരു പക്ഷേ ഈ ഒരു എലി ഈ ഒരു വയർ കടിച്ച് നശിപ്പിച്ചത് കൊണ്ടിട്ട് ഈ സെൻസറിൻ്റെ വയർ എവിടെയെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്കിത് 2-ാമത് IC ഇട്ട് ഇത് റെഡിയാക്കാൻ. അപ്പോൾ ഇത് കോണ്ടാക്റ്റ് ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് കട്ടായിട്ട് AC-യുടെ ആ ക്യാബിനറ്റിലോ ബോഡിയിലോ എവിടെയെങ്കിലും കയറി തട്ടിക്കഴിഞ്ഞാൽ ഈ IC ആ സ്പോട്ടിൽ ഡാമേജ് ആവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കേബിളും റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ IC മാറണം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് ഈ ഒരു IC ഇവിടെ നിന്ന് ഇളക്കിയിട്ട് പുതിയൊരു IC നമുക്കവിടെ സെറ്റ് ചെയ്യാം.
ഓക്കെ, നമ്മുടെ ഈ ഒരു IC ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിരുന്ന പാഡ് ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സെൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന IC. ഇതൊരു NST മൈക്രോ കൺട്രോളറിൻ്റെ 8S003F3P6 എന്നുള്ള നമ്പറിൽ വരുന്ന 8-bit മൈക്രോ കൺട്രോളറാണ്. ഇത് MD ആയിട്ടുള്ള മൈക്രോ കൺട്രോളറാണ്. ഇത് പ്രോഗ്രാമഡ് അല്ല. അപ്പോൾ നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിത് പ്രോഗ്രാം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റാണ് ഈ ഒരു ഡോട്ട് വരുന്ന സൈഡാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമ്മളത് സെറ്റ് ചെയ്യുക. കറക്റ്റ് പൊസിഷനിൽ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം 2 ലെഗ് സോൾഡർ ചെയ്ത് വിടുക. ഇനി ഇതിനകത്ത് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് ബ്രിഡ്ജും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓൾറെഡി നമ്മൾ വലിയ സ്ക്രീനിൽ ഇതിൻ്റെ ഒരു ICയുടെ ഡീറ്റെയിൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രിഡ്ജും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് ഒന്ന് പ്രോഗ്രാം ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഈ ഒരു IC ഫ്ലാഷ് ചെയ്യണം. ഫ്ലാഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്ലാഷ് ചെയ്യുന്ന കേബിൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രോഗ്രാം ചെയ്യാനുള്ള കേബിൾ. ഇത് സിംഗിൾ വയർ റൈറ്റിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി 3 കണക്ഷൻ ഇവിടെ ഈ പിന്നിലുണ്ടാവും. ഇവിടെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് സിം, ഗ്രൗണ്ട്, 3.3 വോൾട്ട് അത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ റീസെറ്റ് പിന്നിൻ്റെ ഒരു കണക്ഷനും കൂടെ വേണം. അത് നമ്മളിവിടെ സോൾഡർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ICയുടെ 4ാമത്തെ പിന്നിൽ നമ്മൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയില്ലേ, ആ ഒരു വോൾട്ടേജ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാമർ. അപ്പോൾ ഇത് നമ്മുടെ ലാപ്ടോപ്പായിട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പ്രോഗ്രാം ചെയ്ത്, ഞാനിപ്പോൾ ലാപ്ടോപ്പായിട്ട് ഇത് കണക്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഈ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടില്ല. ഗ്രീൻ ലൈറ്റ് കത്താത്തതിന് കാരണം നമുക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ ഈ ഒരു IC പ്രോഗ്രാം അല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ലൈറ്റ് കത്താത്തത്. ഇപ്പോൾ ഈ ഒരു IC എററിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പവർ ഒന്ന് ഊരുകയാണ്. ഇത് പവർ ഊരിയിട്ട് ഞാൻ രണ്ടാമത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ അതിനകത്തുള്ള പവർ ഊരിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇനി രണ്ടാമതൊന്നും കൂടെ പ്ലഗ് ചെയ്യാണ്. ഇപ്പോൾ ആ LED ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു LED ഓഫായിട്ടുണ്ട്. ഈ ഒരു LED ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം പ്രോപ്പറായിട്ട് ഫിനിഷിംഗ് ആയി. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാമിനകത്തുനിന്ന് അയച്ചു മാറ്റാം. ഈ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു ചെക്കിങ് കൂടെ, കംപ്രസറും കൂടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പിന്നീട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെൻസറും കൂടെ ഇതിനകത്ത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നമുക്ക് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ആ ഒരു എറർ മാറി കംപ്രസറും വർക്ക് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇത് മെയിൻ പവർ ഓൺ ചെയ്യണം. മെയിൻ പവർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു LED പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഇത് ഡയറക്റ്റ് ഇപ്പോൾ ഓണിൽ കിടക്കുന്ന കൊണ്ടിട്ട് കിട്ടുന്ന കംപ്രസർ എടുക്കാൻ ഇത്തിരി താമസം എടുക്കും. അതുകൊണ്ട് ആദ്യം നമുക്കിതൊന്ന് പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തതിന് ശേഷം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് ഔട്ട്ഡോറിലുള്ള വോൾട്ടേജ് മുഴുവനായിട്ട് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അത് ഔട്ട്ഡോറിന് ഡിസ്ചാർജായി, ഇൻഡോർ ഓഫ്. ഓക്കെ, നമുക്ക് രണ്ടാമത് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈയിലോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഡിലേ ടൈമിൽ ഈ ഒരു ഡിസ്പ്ലേ ഇത് സ്റ്റാൻഡ് ബൈയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്രസർ എടുക്കാൻ ഏകദേശം 2-3 മിനിറ്റ് എടുക്കും. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്, ഔട്ട്ഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്, കംപ്രസർ വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻസർ IC നല്ല പ്രോപ്പറായിട്ട് ഇൻസ്റ്റാളും ആയിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടിട്ടാണ് നമ്മുടെ കംപ്രസർ ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് F5 എന്നുള്ള എറർ വന്നിട്ടുള്ള സെൻസർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ എറർ വരും. ഇതിൽ ഈ ഒരു PCBയിൽ അതിൻ്റെ സെൻസറിൻ്റെ മെയിൻ IC കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു F5 എന്നുള്ള എറർ ഇതിൽ വന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ IC മാറിയിട്ടു. ഇനി ആ സെൻസറിൽ കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.